പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ വീണ്ടും ഒരു ബഹൂർ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെ, അറബികളുടെ സുഗന്ധ സങ്കല്പങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഊത് എന്നെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഊത് ഉപയോഗിക്കുന്ന ഒരു സമൂഹം അറബ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. മറ്റേത് സമുദായത്തെക്കാൾ കൂടുതൽ, മറ്റേത് നാട്ടുകാരേക്കാൾ കൂടുതൽ സുഗന്ധത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നതിനും അറബികൾ തന്നെയാണ്. മറ്റൊന്നുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഗന്ധം ഒരു സുന്നത്താക്കി പഠിപ്പിക്കുകയും അതുമാത്രമല്ല, പ്രവാചകന് ഇഷ്ടപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട വസ്തുക്കൾ സുഗന്ധനെ പരിചയപ്പെടുത്തുകയും ചെയ്തായിരിക്കും ഒരുപക്ഷെ അറബികൾ ഇങ്ങനെ സുഗന്ധം ഉപയോഗിക്കാനുള്ള കാരണം. ഇത് ബഹൂർ, ഇത് അവരൊക്കെ തന്നെ അവരുടെ ഡ്രസ്സുകളിൽ ഇങ്ങനെ കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ ആ സുഗന്ധം ഡ്രസ്സിൽ അങ്ങനെ പിടിപ്പിച്ച് അങ്ങനെ നടക്കുന്ന ഒരു ശീലം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അടുത്തുകൂടെ പോകുമ്പോഴൊക്കെ നല്ല സുഗന്ധം അനുഭവപ്പെടാറുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഈ ഒരു പുകയിലൂടെ വരുന്ന ആ സുഗന്ധം അതവരുടെ ശരീരത്തിൽ കൊണ്ട് പറ്റിപ്പിടിക്കുന്നത് കാണാം. അവരുടെ താടിയിലും അവർ നടന്നു പോകുമ്പോഴൊക്കെ ഈ സുഗന്ധം പോകുന്നത് കാണാൻ കഴിയും. ഏതായാലും ഇബ്നു സീന പഠിപ്പിക്കുകയുണ്ടായി, ആത്മാവിൻ്റെ ആഹാരമാണ് സുഗന്ധം. ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നല്ല ആരോഗ്യമുള്ള ആത്മാവും നല്ല ചിന്തകളും ഉണ്ടാകാൻ നിങ്ങളും സുഗന്ധം ഉപയോഗിക്കൂ, സമാധാനത്തിൽ ജീവിക്കാൻ ശ്രമിക്കൂ. താങ്ക് യു.